രക്ഷിക്കണം എങ്ങനെങ്കിലും. എന്താ അയാൾക്ക് പ്രാന്താണ്. അയാൾ എന്തൊക്കെയോ എന്നോട് ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അയാളുടെ അടുത്ത്. ലാസ്റ്റ് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇല്ലാത്ത മുത്തശ്ശിയുടെ ഒരു ഇല്ലാത്ത കഥ പറഞ്ഞു ഞാന്. എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നാ? ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പൊ അയാൾ ഇപ്പൊ ഇങ്ങോട്ട് വരും. അയാൾ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കഥയുടെ സ്റ്റോക്കിൽ തൽക്കാലം പറഞ്ഞു നിൽക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് രക്ഷിക്കും. നീ പാടിക്കോ, നമ്മൾ തൽക്കാലത്തേക്ക് ഞാൻ നോക്കിക്കോളാം. ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കണേ. ഞങ്ങളും കൂടെ പോയാലോ? അവന്റെ കൂടെ പോകണ്ട, നീ ഓഫീസിൽ പോയി ജോലി ചെയ്തോ. അവന്റെ കൂടെ പോയി ഞാൻ ഇവിടെ കേട്ടാ. ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞത്. വെടി വെക്കൂ. നീ സ്കൂളിൽ പഠിക്കണം, മര്യാദ അങ്ങോട്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് അന്നോട്ട് പറയാണ്, ഒരുമിച്ച് ചായ കുടിക്കാൻ പോകരുത്. 4 മണിക്ക് ഓരോരുത്തരായിട്ട് പോകണം. കറക്റ്റ്. അത് പിന്നെ ക്യാപ്റ്റന്റെ ഓർഡർ നമ്മൾ റിഫ്യൂസ് ചെയ്തതല്ല. പിന്നെ അതായത് ഒന്ന് മറികടി. അതായത് ക്യാപ്റ്റൻ നമ്മളവിടുത്തെ ജാക്സൺ അല്ലേ, ജാക്സൺ പയ്യൻ. ജാക്സനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളൊരു മീറ്റിംഗിലായിരുന്നു. എന്തോ മീറ്റിംഗ്? ജാക്സന്റെ ഗ്രാൻഡ് മദർ ഹോസ്പിറ്റലൈസ് ആണല്ലോ. ഓ മൈ ഗോഡ്. എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത്? അല്ല, അങ്ങനെ അത്രയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അല്ല, ഹോസ്പിറ്റലൈസ് ആണല്ലോ. അപ്പം നമ്മളെല്ലാം കൂടെ ഒന്ന് മീറ്റിംഗ് കൂടിയിട്ട് കുറച്ച് ഫണ്ട് റൈസ് ചെയ്ത് പുള്ളിയെ സഹായിക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത്? പിന്നെ അവൻ എന്തിനാ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്? ലവ ഹോസ്പിറ്റലിൽ ഇപ്പൊ ലവ ഇവിടെ ഉണ്ട്. ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി ഒരു ഫണ്ട് റൈസ് ചെയ്യാമല്ലോ എന്ന് പറയായിരുന്നു. ഗുഡ് ഗുഡ് ഗുഡ്. ഞാൻ പണ്ട് കാശ്മീരിൽ ഒരു തീവ്രവാദി, ആതങ്കവാദികൾ, തീവ്രവാദികൾ മൊത്തം തെറ്റി തീവ്രവാദികളുമായിട്ട് ഒരു അറ്റാക്കിങ്ങിന് ഒരു കുടിലേക്ക് കയറി പോയപ്പോ എന്നിട്ട് നമ്മളവിടെ ഒരു ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ ക്യാപ്റ്റൻ പറഞ്ഞു അവിടെ 6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരെയും ഫയർ ചെയ്തു. ഞാനും എന്റെ പാർട്ട്ണർ മാത്രം പോയി. അയ്യോ, പാർട്ട്ണർ മരിച്ചു. അയാൾക്ക് ഇന്നും ഞാൻ പെൻഷൻ കൊടുക്കാറുണ്ട്. അയ്യോ, നിങ്ങൾക്ക് നല്ല കുട്ടികളാണ് കേട്ടോ. താങ്ക് യു ക്യാപ്റ്റൻ. നന്നായി വരും. എന്ത് നല്ല മനുഷ്യനാണ് നടന്നു പോയത്. ഇദ്ദേഹത്തിനാണ് നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചത്. അദ്ദേഹത്തിന് ഇവിടുന്ന് പറഞ്ഞൊന്നും വിടണ്ട കേട്ടോ, പാവം. ഉണ്ട പൊരിയാണ്. അയാൾ കീർത്തി കേൾക്കുന്ന കഥ ഇവിടെ പറഞ്ഞിട്ട് നീ എന്നും കണ്ടിട്ടില്ലേ? ഈ പേര് പറഞ്ഞ മറ്റേ ബഡ്ഡി പേരാണ് നീ പറഞ്ഞത്. അയ്യോ ശരിയാ, കള്ള